മയ്യിത്ത് നിസ്കരിക്കല് സാധാരണ ജനാസ നിസ്കരിക്കുന്നതിന്റെ ഹുക്കുമെന്താ? ഫർദ് കിഫായി അല്ലേ? ആ ഹുക്കുമിൽപ്പെട്ട തന്നെയാണ് മുബ്തദി മരിച്ചാലും ഫാസിഖ് മരിച്ചാലും ഷാഫി മദ്ഹബിലുള്ള ഹുക്കുമ്. ഹംബലി മദ്ഹബിലാണെങ്കിൽ അത് പാടില്ലാത്തതാണ്. ഹംബലി മദ്ഹബ് അനുസരിച്ച് ശംസുൽ ഉലമ ഫത്വ കൊടുത്തോന്ന് എനിക്കറിയില്ല. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുള്ള ആൾക്ക് മറ്റേ മദ്ഹബ് അനുസരിച്ച് ഫത്വ കൊടുക്കാമല്ലോ. ചോദിച്ച ആളാരാന്നും കൂടി അറിയണം. മറുപടി ഏതാന്ന് മാത്രം നോക്കിയാൽ പോരാ, ചോദിച്ച ആൾ ആരാന്നും കൂടി അറിയണം. ചോദിച്ച ആൾ ഹംബലി മദ്ഹബാരനാണെങ്കിൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് ഫത്വ കൊടുത്തിട്ടുണ്ടാവും. ചോദിച്ച ആൾ ഷാഫി മദ്ഹബാരനാണെങ്കിൽ അതനുസരിച്ച് ഫത്വ കൊടുക്കും. ചോദ്യകർത്താവിനെയും കൂടി അറിഞ്ഞാലേ ഈ ഫത്വ ഏതടിസ്ഥാനത്തിലാണെന്നും കൂടി തീർച്ചപ്പെടുത്താൻ കഴിയൂ. പ്രത്യേകിച്ച് 4 മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ കഴിവുള്ള ഒരാളാകുമ്പോൾ. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫാസിഖ് ആണെങ്കിലും മുബ്തദി ആണെങ്കിലും ഓന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചു കൊള്ളണം. ഹംബലി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കാൻ പാടില്ലാത്തതാണ്. മറിച്ചൊരു മസ്അല ഷാഫി ഫിഖ്ഹിലില്ല. ആരെങ്കിലും ഒരു അബദ്ധം, പണ്ട് ദീദിയാജ് മരിച്ചപ്പോൾ ഒരു അബദ്ധം പറഞ്ഞാൽ കുടുങ്ങിയതാ, പിന്നെ അതിന് മസാല ഉണ്ടാക്കി നടക്കുക. കിതാബ് ഓതി പഠിക്കണം. വെറുതെ കോലം കെട്ടിയതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഷാഫി മദ്ഹബിൽ മറ്റൊരു മസ്അല കാണിച്ചു തരാം. ഉമ്മ പ്രസവിച്ചൊരു മൂല്യർ ഇപ്പൊ കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. വിനയത്തിൽ പറയാനെനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ വരെ ഈ വല്ലതുണ്ടെങ്കിൽ കൊടുത്തേക്കുന്ന കാണാലോ. ഷാഫി മദ്ഹബിൽ ഏത് ഫിഖിലുള്ളത് മുത്തഫരിദ് മുതൽക്ക് നോക്കിക്കോളി. വെറുതെ ഇങ്ങനെ മനുഷ്യൻ കോലം കെട്ടി നടന്നാൽ മതി. എന്തെങ്കിലുമൊക്കെ പഠിച്ചാലും ഈ കാസറ്റും ഈ പ്രഭാഷണവും ഈ കാസറ്റും തന്നെ വലിയ മുഫായിട്ടാ മതി. വിവരം വേണ്ട. തുണിച്ചാപ്പ് പോയ ആർക്കും കാര്യം എടുത്താൽ കിട്ടൂല. നല്ല നിലക്ക് പഠിച്ചാൽ